തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബഡ്ജറ്റ് ഹെവി റിസ്ക്കാണിത്. വമ്പൻ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിറച്ചാൽ വോട്ടിനു വേണ്ടിയുള്ള തന്ത്രമാണെന്ന് വിലയിരുത്തും. വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കിയാൽ അടുത്ത സർക്കാർ നടപ്പാക്കേണ്ട ബഡ്ജറ്റായിട്ട് പോലും തങ്ങളെ പരിഗണിച്ചില്ലെന്ന പരാതി വരും. ഈ ബാലൻസിങ്ങിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വിജയിച്ചെന്ന് പറയാം. വോട്ടിനു വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമെന്ന് തോന്നുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കി, എന്നാൽ സമൂഹത്തിലെ പരമാവധി വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യ പ്രതീതിയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പൂച്ച പെറ്റുകിടക്കുന്ന കേരള ഖഞ്ചരാവ് വെച്ചാണോ ഈ പ്രഖ്യാപനങ്ങളെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വരുന്ന ജൂണിൽ UDF സർക്കാർ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ജനങ്ങളിൽ നിന്ന് എതിർപ്പുയരാൻ സാധ്യതയുള്ള നികുതി നിർദ്ദേശങ്ങളോ ഫീസ് വർധനവോ ബജറ്റിൽ ഇല്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷനും DA കുടിശ്ശിക ഉടൻ നൽകുമെന്നുള്ള പ്രഖ്യാപനവും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ച് ഉദ്യോഗസ്ഥ വിഭാഗത്തെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. DA കുടിശ്ശിക തെരഞ്ഞെടുപ്പിന് മുമ്പായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ശമ്പളത്തിനൊപ്പം നൽകുന്നതും വാഗ്ദാനം മാത്രമല്ല പ്രഖ്യാപനമെന്നും ഉറപ്പിക്കുന്നു. എന്നാൽ പ്രതീക്ഷിച്ച ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായില്ല. റബ്ബറിൻ്റെ താങ്ങുവില വർധനയും ഉണ്ടായില്ല. മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പ് ഇൻഷുറൻസിനായി 100 കോടി, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ബിരുദ പഠനം സൗജന്യം, ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും വേതനത്തിൽ 1000 രൂപ വർധന തുടങ്ങി ജനപ്രിയ പ്രഖ്യാപനങ്ങളാൽ നിറഞ്ഞതാണ് ബജറ്റ്. ബജറ്റിനെ വിവിധ മേഖലയിലെ ആളുകൾ എങ്ങനെയാവും വിലയിരുത്തുക? ഈ ബജറ്റ് ഇടതുമുന്നണിക്ക് വോട്ടാകുമോ?